അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ ജാവ എഡിഷൻ സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 13 നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. നമ്മളൊരു ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കാൻ പോണ് ഗൈസ്. നമ്മൾ ഈ വേൾഡിൽ ഒരു ഗൂഗിൾ മാപ്പ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾക്ക് ഈ ഒരു സ്ഥലത്തിന്റെ എനിക്കൊരു ഐഡിയ ചോദിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. അതിന്റെ നടുവിൽ ഒരു ഒരു ഗൂഗിൾ മാപ്പ് ഒരു മാപ്പ് കാര്യങ്ങൾ നമ്മൾ വെക്കാണ്. ഒരു 4 മാപ്പും കാര്യങ്ങളും ഇവിടെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ 4 മാപ്പ് ഞാൻ എപ്പോഴോ എനിക്ക് കിട്ടിയിരുന്നു വില്ലേജിൽ നിന്ന്. അത് വെച്ചിട്ട് നമുക്കൊരു മാപ്പും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അത് വെച്ചാൽ അത് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മള് വേറൊന്നും അവിടെ ചെയ്യാനില്ല. ഒരു മാപ്പും കാര്യങ്ങളും നിലത്താണ്, സൈഡിലൊന്നും വെക്കാൻ പറ്റൂല. നിലത്തും കാര്യങ്ങളും വെച്ചാൽ അതൊരു ലുക്കായിരിക്കും. എന്തായാലും കുറച്ച് വുഡ് എടുത്തിട്ട് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഇത് വെച്ച് ഒരു മറ്റേ ഐറ്റം ഫ്രെയിമും കാര്യങ്ങളും ഉണ്ടാക്കണം. ഐറ്റം ഫ്രെയിം 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചുകൂടി സ്റ്റിക്ക് വേണം. അതുകൂടി എടുത്തിട്ട് ജസ്റ്റ് ഒരു ഇതുകൂടി ഉണ്ടാക്കിയേക്കാം. ഇവിടെയുള്ള ഇവിടെ ഉണ്ട്. ഓക്കെ, അതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് സബ് ചെയ്യാം. എന്തായാലും ബാക്കിയുള്ള മരവും കാര്യങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഇടാം. എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് കൈ പിടിച്ചിട്ട് ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ജസ്റ്റ് നമ്മളെ കയ്യിൽ ഇപ്പം പേപ്പറല്ല, മാപ്പും ട്രഷർ മാപ്പല്ല. ഞാൻ ഉള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു നടുവില് നമ്മള് 4 ബ്ലോക്ക് ഉണ്ട്. ആ 4 ബ്ലോക്കും ഇങ്ങനെ വെക്കും. ഇത് വെച്ചിട്ട് ഈ നടുന്ന് തന്നെ ഒരു മാപ്പ് തുറക്കണം. ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഇത് അട്രാക്ട് ചെയ്യും. നല്ല സുഖം മാപ്പ് കാണാൻ. ഒരു മാപ്പ് ഞാൻ ഇപ്പം തന്നെ തുറന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മാപ്പ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു മാപ്പ് ഇപ്പുറത്തെ കൈ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു മാപ്പ് വെച്ചിട്ട് നമുക്ക് ഇത് മൊത്തം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമല്ലോ. ഇതങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. അതെ, അത് ഫുള്ള് ഫില്ലാക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം ഫില്ലാകാനുണ്ടായിരുന്നു. ഓക്കെ, അത് മൊത്തം ഫില്ലാക്കി. ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് വെച്ച് വെക്കാം. വെച്ചിട്ട് അതിന്മേലെന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യണം. എവിടെ വെക്കുക? ഈ ഒരു സൈഡിലാണെന്ന് തോന്നുന്നു. ഇവിടെ ആയിട്ടാണ്. ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് ഇത് റെഡി ഹാളും കാര്യങ്ങളും ഈ ഒരു സൈഡിലേക്കാണ് അല്ലേ? ഒരു പേപ്പർ ഉണ്ടാക്കണം. ഫസ്റ്റ് ഇതൊരു പൊടി ചെയ്തിട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടാക്കാന്ന്. ജസ്റ്റ് ഇങ്ങോട്ട് നടന്നു വന്നിട്ട് ഇപ്പുറത്തെ കൈ പിടിക്കാം. ഇങ്ങോട്ട് നേരെ നടന്നു വന്നിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ നമുക്ക് നടന്നു പോയാൽ ജസ്റ്റ് ഈ അറ്റത്തെത്തുന്നേരം നമുക്ക് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്താൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ മാപ്പ് കിട്ടും. ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ട് ഇവിടുന്ന് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, കയ്യിൽ വന്നിട്ടുണ്ട്. ഇത് കൈ പിടിക്കാം. ഇത് കണ്ടോ, 2 മാപ്പ് ഇപ്പം ക്രിയേറ്റ് ആയി. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇപ്പുറത്തെ കയ്യിലുള്ളത്. ഇത് കൊണ്ടുവച്ച് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചാൽ പോരെ. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇപ്പുറത്തെ കയ്യിൽ വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഒന്ന് ഇവിടെ വെച്ചിട്ട് അടുത്തത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ ചിലപ്പോ അങ്ങോട്ടേക്ക് കയറണം മാപ്പ്. ശരി, ഇപ്പുറം വെച്ചിട്ട് ഇത് തൊട്ടിപ്പുറം മറ്റേ മാപ്പ്. ഇതെവിടെ വരണ്ട്? ഇവിടെ വരണ്ട്. ഇത് കറക്റ്റ്. ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ കണ്ടോ, ഇത് രണ്ടും ജോയിന്റ് ആയി. ഗൈസ്, ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെയാണ് ഇത് ജോയിന്റ് ആയത്. ഇത് തെറ്റാണ്. നോക്കട്ടെ, ഇത് തന്നെ കറക്റ്റ്. ഓക്കെ, ഇപ്പുറം വെച്ചാ അത് സെറ്റായോ? ഇല്ല, അത് ഇപ്പുറം വെച്ചാൽ സെറ്റാവില്ല. ഇതിങ്ങനെയല്ലേ വേണ്ടേ? ഇങ്ങനെയാണ് സംഭവം വരണ്ടേ.
സോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ. ആൻഡ് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഇപ്പുറം വെച്ചിട്ട് നോക്കി വെക്കാം. ജസ്റ്റ് ഇങ്ങനെയാന്ന് തോന്നുന്നില്ല, ഇങ്ങനെയാണ് എൻ്റെ, ഇതാണ് കറക്റ്റ്. ഓക്കെ, ആൻഡ് ഇവിടുന്ന് ഒരു മാപ്പ് പൊട്ടിച്ചെടുക്കണം. ആൻഡ് മാപ്പ് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇത് കണ്ട സെൻറ്ററിൽ നമ്മളെ കാണാൻ പറ്റും. സോ ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങൾ. സോ നല്ല രസമുണ്ട് മാപ്പും കാര്യങ്ങളും കാണാൻ. മാപ്പും കാര്യങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ല, ഇങ്ങനെ വെച്ചില്ല. സോ ഒരു മാപ്പ് എടുക്കുക ആൻഡ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കി പോകണം. ആൻഡ് ഈ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് മാപ്പ് ഉണ്ടാക്കേണ്ടത്. മറ്റേ ഡയറക്ഷനിൽ നമ്മൾ ഉണ്ടാക്കി. ആൻഡ് ഈ ഒരു ഡയറക്ഷനിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഇത് കടലിൻ്റെ അപ്പുറം കിടക്കണം. വേണ്ടാന്ന് തോന്നുന്നു. ഇവിടെ ഒരു മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ കിട്ടി, അതിൻ്റെ ബാക്കി കിട്ടി. ഓക്കെ. സോ ട്രേഡിംഗ് ഹാളിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ ഇപ്പുറം ഉണ്ടാവും. സോ അതവിടെ വരും. ജസ്റ്റ് മാപ്പ് മാറ്റിയിട്ട് ഇത് ഇവിടെ ആയിട്ട് വരും. ജസ്റ്റ് ഇതല്ല, ഇത് ഇവിടെ ആയിട്ട് വരും. ഓക്കെ. അത് കറക്റ്റാട്ടാ. ഇങ്ങനെ വെച്ചാൽ ഇത് കറക്റ്റാണ്. ഇനി ഒറ്റൊരു ഭാഗം കൂടി മാത്രം മതി. ആൻഡ് ആടെയായിട്ടാണ് ജസ്റ്റ് ഓക്കെ. ആടെയായിട്ട് നമുക്കൊരു ബില്ല് കൊണ്ടാന്നിട്ടില്ല, ബട്ട് നമുക്ക് ചെയ്യണം. സോ നമ്മള് ഈ വെച്ച മാപ്പില്ലേ, ഈ ഒരു വെച്ച മാപ്പ് മൊത്തം ഫില്ല് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നുവെച്ചാൽ ഈ കണ്ട മൊത്തം മാപ്പില്ലേ, ആ മാപ്പ് ഈ ഒരു 4 മാപ്പ് മൊത്തം എനിക്ക് ബിൽഡും കാര്യങ്ങളും കൊണ്ടുവന്ന് നിറയ്ക്കണം. അത് വെച്ച് എല്ലാ സ്ഥലത്തേക്കും പാത്തും കണക്ട് ചെയ്യണം. അതാണ് എൻ്റെ ഈ ഒരു സീരീസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇതാണ് ലാസ്റ്റ് ലക്ഷ്യം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സീരീസ് എൻഡ് ചെയ്യുള്ളൂ. അതുവരെ ഈ സീരീസ് നമ്മൾ കളിക്കും. സോ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ബിൽഡും കാര്യങ്ങളും കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ കമൻ്റ് ഇടുക. നമുക്ക് അതുപോലെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് പിന്നെ മെഗാ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. വേറെ ബിൽഡും കാര്യങ്ങളും ചെയ്യാൻ അത് കുറച്ച് ഉണ്ടാക്കിയല്ലോ, വേറെ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. സോ അതിനെ പറ്റി നിങ്ങൾ പറയുക, വേറെ ബിൽഡിങ്ങിന് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി. ഓക്കെ, ഈ മാപ്പിനെ ഇപ്പോൾ വെക്കുക. സോ പിന്നെ റോട്ടോ 1K സബ്സ്ക്രൈബേഴ്സാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതെ, ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ ഇടയ്ക്ക് ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ വരും, അതും കാണാൻ എല്ലാവരും സപ്പോർട്ടൊക്കെ. ലൈവിൽ ജസ്റ്റ് ഞാൻ ഒരു ലൈവ് ഇട്ടൊരു അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറഞ്ഞൂടെ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ലൈവ് ഇട്ടിരുന്നു, അതിന് നല്ല ഒരു ഇത് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് 2 കയ്യിലൊക്കെ പിടിക്കാൻ പറ്റുമായിരുന്നു, ഞാൻ വിചാരിച്ചില്ല. സോ ഇപ്പുറത്തെ കയ്യിൽ എന്തോ ഉണ്ടായിട്ടാണ് നമ്മളിങ്ങനെ പിടിക്കുന്നത്. എവിടെ വരുന്ന സംഭവം, ഇത് ഇവിടെ അല്ലല്ലോ, ഇവിടെയാണ്, എന്തല്ല ഇവിടെ ആയിട്ടാണ് വരുന്നത്. സോ ജസ്റ്റ് ഈ ഒരു ഏരിയയിലായിട്ട് ഒരു മാപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ഇത് ഇവിടെ ആയിട്ടാണ് വരിക. ഓക്കെ, ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. അത് ഇങ്ങോട്ടല്ലേ ഒരു ട്രേഡിംഗ് ഹാളിന് അങ്ങോട്ടല്ലേ? ട്രേഡിംഗ് ഹാളിന് അങ്ങോട്ടാണ്. അങ്ങോട്ട് പോയാൽ ഇത് അൺലോക്ക് ആകുമായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. അതെ അൺലോക്ക് ആകുന്നുണ്ട്. സോ ഇത് ഫുള്ള് ഫിനിഷ് ചെയ്യുന്നത് ഒന്ന്. ഓക്കെ, നമുക്ക് നടന്ന് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് നേരം. സോ ജസ്റ്റ് നമ്മൾ എല്ലാ ടൂൾസിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ എന്നാ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ അതിലും നല്ല സന്തോഷമായിരിക്കും. സോ ഗൈസ്, നമ്മൾ ഇത് മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ അടിയിൽ ലൈറ്റ് വെച്ചില്ല, മുകളിലാണ് ലൈറ്റ് വെച്ചത്. സോ നമ്മൾ ഏറ്റവും മുകളിൽ ലൈറ്റ് വെച്ചു. ആൻഡ് നമ്മൾ ലൈറ്റും കാര്യങ്ങളും വെച്ചാലോ കണ്ട ഒരു അയൺ ഫാം നമ്മളെ ബേസ് വീട് അവിടെ നിന്ന്. സോ അതിൻ്റെ ഒരു പാത്ത് അവൻ്റെ ഷുഗർ കെയിൻ ഫാം ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം. സോ അതും പിന്നെ റെഡി ഹാളും ഇത്രയും സാധനമാണ്. ഇത് വില്ലേജാണ്, ഇത്രയും സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയത്. വില്ലേജ് ഈ ഒരു ഏരിയ മൊത്തം ഫില്ലാക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിയുടെ പരിപാടിയാണ്.
എന്തായാലും കുറേ എപ്പിസോഡൊക്കെ എടുക്കും. ഒരു 10-50 എപ്പിസോഡ് എന്തായാലും എടുക്കും. അത്ര എപ്പിസോഡ് കൊണ്ട് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് നോക്കണം. എന്തായാലും ജസ്റ്റ് നമ്മളെ കയ്യിലും കാര്യങ്ങളൊന്നുമില്ല. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ നമ്മൾ ഇന്ന് ചെയ്തത് ജസ്റ്റ് ഒരു ബോർഡും കാര്യങ്ങളും ക്രിയേറ്റ് ആക്കിയതാണ്, വേറൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് നല്ല നല്ല ബിൽഡും കാര്യങ്ങളും, ഒരു ക്ലോക്ക് ടവർ, ലൈറ്റ്, മറ്റേ എന്താ ലൈറ്റിൻ്റെ ഒരു സംഭവം, ലൈറ്റ് ഹൗസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബിൽഡ് ചെയ്യാം. നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ നാളെ കാണാം. ബൈ.